കോൺഗ്രസ്സിന് ഈ കച്ചേരി നടത്തിക്കൊണ്ടു പോവുക എന്നത് വലിയ പാടായിത്തീരും. കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും ടാലി വർദ്ധിപ്പിക്കാനുള്ള ഒരു ടാക്ടിക്സ് ആയിട്ട് നമുക്കിതിനെ കണ്ടുകൂടാം. കോൺഗ്രസ്സിന് കിട്ടുമെന്ന് കരുതുന്ന ഈ ഭരണം ഇല്ലാതാക്കുന്നതിലേക്ക് വരെ എത്തിക്കാവുന്ന വലിയ ഒരു പ്രതിസന്ധിയാണ് രൂപപ്പെട്ടു വരുന്നത്. പാർലമെന്ററി പദവികളിലൊന്നും ഒരു ലോഭവും ഇക്കാലത്തിനിടെ ഉണ്ടായിട്ടില്ല ഈ 6 പേർക്കും. കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയെ സംബന്ധിച്ചുള്ള പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം നിലവിൽ MP-മാരായ 1/2 ഡസനോളം പേർ മത്സരിക്കാൻ താല്പര്യം അറിയിച്ചിരിക്കുന്നു എന്നാണ്. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, അദ്ദേഹം ആലപ്പുഴയിൽ നിന്നുള്ള MP-ആണ്. രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭാംഗമായിരിക്കെയാണ് അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചത്. അദ്ദേഹം തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. മറ്റ് ചില MP-മാർ, K. സുധാകരൻ, അദ്ദേഹം കണ്ണൂരിൽ നിന്ന് മത്സരിക്കുമെന്ന് സ്വയം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുറമെ MK രാഘവൻ, ഷാഫി പറമ്പിൽ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, ഇങ്ങനെ 4 MP-മാർ, മൊത്തത്തിൽ 6 പേർ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാനുള്ളൊരു താല്പര്യം AICC നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. ഇതൊന്നും കൺഫേംഡ് അല്ല. പക്ഷേ K. സുധാകരൻ്റെ കാര്യത്തിൽ മാത്രം അദ്ദേഹം പരസ്യമായി അത് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ആരും അത് പരസ്യമായി പറഞ്ഞിട്ടില്ല. പാർട്ടി അനുവദിച്ചാൽ മത്സരിക്കും എന്ന് അടൂർ പ്രകാശ് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ആരും അത്തരം സംസാരങ്ങളിലേക്ക്, പക്ഷേ അവരവരുടെ താല്പര്യം അറിയിച്ചിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. നിയമസഭയിലേക്ക് UDF അധികാരത്തിലെത്താനുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടിരിക്കെ അധികാരത്തിലേക്ക് വരാനുള്ളൊരു ചാൻസ് ഈ നേതാക്കളൊക്കെ മുന്നിൽ കാണുന്നുണ്ടാവും. അതുകൂടി കണക്കിലെടുത്തായിരിക്കും അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ശ്രമിക്കുന്നുണ്ടാവുക. കേന്ദ്ര ഭരണത്തിൽ തൽക്കാലം സാധ്യതയില്ലാതിരിക്കെ മന്ത്രിസ്ഥാനത്തിലേക്ക് വരിക എന്നുള്ളത് ദീർഘകാലമായി പൊതുപ്രവർത്തന രംഗത്തുള്ള ഈ വ്യക്തികൾക്കൊക്കെ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്താനുള്ള താല്പര്യമുണ്ടാവുക സ്വാഭാവികമാണ്. അതിൽ വലിയ കുറ്റം പറയാനുമില്ല. പക്ഷേ ഈ നീക്കം കോൺഗ്രസിനെ സഹായിക്കുമോ UDF-നെ സഹായിക്കുമോ? ഇതേക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. 1/2 ഡസൻ MP-മാർ ഏതാണ്ട് മത്സരിക്കാൻ സന്നദ്ധരായി നിൽക്കുന്ന കാഴ്ചയാണ് കോൺഗ്രസിൻ്റെ കാര്യത്തിലുള്ളത്. കോൺഗ്രസ് ആണെങ്കിൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പട്ടിക തീരുമാനിക്കും എന്ന് പ്രഖ്യാപിച്ചു. പലകുറി അതിൻ്റെ പ്രഖ്യാപനത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളുണ്ടായി. പക്ഷേ അത് ഇതേവരെ ഉണ്ടായിട്ടില്ല. അതിനിടയിലാണ് ഈ MP-മാരൊക്കെ മത്സരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് നിൽക്കുന്നത്. ഈ സിനാരിയോ കോൺഗ്രസിന് ഗുണം ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ, അതോ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണോ? കോൺഗ്രസ്സിന് കിട്ടുമെന്ന് കരുതുന്ന ഈ ഭരണം ഇല്ലാതാക്കുന്നതിലേക്ക് വരെ എത്തിക്കാവുന്ന വലിയ ഒരു പ്രതിസന്ധിയാണ് രൂപപ്പെട്ടു വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന 6 MP-മാരും ഭിന്നബിലിറ്റി ഉള്ളവരാണ്. അവരവരുടെ ഏത് മണ്ഡലങ്ങളിൽ മത്സരിച്ചാലും ജയസാധ്യത ഉള്ളവരാണ്. അവരൊരിക്കലും അതിന് ന്യായവും അത് തന്നെയാണ്. ഇപ്പോൾ ആലപ്പുഴ KC വേണുഗോപാൽ മത്സരിച്ചാൽ ജയിക്കും. കണ്ണൂർ K. സുധാകരൻ മത്സരിച്ചാൽ ജയിക്കും. ഷാഫി പറമ്പിൽ പാലക്കാട് മത്സരിച്ചാൽ ജയിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിച്ചാൽ ജയിക്കും. അതുപോലെ അടൂർ പ്രകാശ് കോന്നിയിൽ മത്സരിച്ചാൽ ജയിക്കും. കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹത്തിന് സ്വീകാര്യമായ ഒരു മണ്ഡലത്തിൽ മത്സരിച്ചാൽ ജയിക്കും. ഇതാണ് സിനാരിയോ. 6 പേരും വിജയിക്കും എന്ന് വെക്കാം. ഒരു പ്രോപ്പറായ മണ്ഡലത്തിൽ നിർത്തപ്പെട്ടാൽ എല്ലാവരും വിജയിക്കുന്ന ആളുകൾ തന്നെയാണ്. ഈ 6 പേരും സംസ്ഥാന മന്ത്രിസഭയിൽ മന്ത്രിമാരാകാൻ യോഗ്യതയുള്ളവരോ അങ്ങനെ പരിഗണിക്കാൻ നിർബന്ധിതരാകും. പാർട്ടി ആ നിലയുള്ളവരോ ആണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് കോൺഗ്രസിനെ തോൽപ്പിക്കുന്നത് എവിടെയാണ് എന്ന് വെച്ചാൽ, ഇപ്പോൾ തന്നെ കോൺഗ്രസിനകത്ത് ഹെഡ്ലെസ് ആണ് കോൺഗ്രസ്. നേതാവ് ആരാണ്, നിങ്ങളുടെ നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ പല ആളുകളെ ചൂണ്ടിക്കാണിക്കണം. VD സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഇരിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് പോസ്റ്ററിൽ അദ്ദേഹത്തിൻ്റെ പേര് ഒന്നാമത് നിൽക്കുന്നത്. എന്നാൽ അതിനകത്തുള്ള തർക്കം എന്ന് പറയുന്നത് ഏതെങ്കിലും നിലയിൽ ഓട് പൊളിച്ചിറങ്ങാൻ നിൽക്കുകയാണ് KC വേണുഗോപാൽ. രമേശ് ചെന്നിത്തലയ്ക്ക് വളരെ സോളിഡായ കുറേ ലെജിറ്റിമേറ്റ് എന്ന് കരുതാവുന്ന ക്ലെയിമുണ്ട് ജയിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക്. KC വേണുഗോപാലിന് എക്സംഷൻ നൽകുന്നു എന്ന് വെക്കാം. 6 MP-മാർ മത്സരത്തിന് സന്നദ്ധത അറിയിക്കുക അല്ലെങ്കിൽ ആഗ്രഹം അറിയിച്ചതിൽ KC വേണുഗോപാലിന് മാത്രം ആലപ്പുഴയിലോ മറ്റോ മത്സരിക്കാൻ ഇടം നൽകുന്നു എന്ന് കരുതുക. ബാക്കി 5 പേരെ മത്സരിപ്പിക്കുന്നില്ല. അങ്ങനെ ഒരു സിനാരിയോ സങ്കല്പിക്കുക. അപ്പോൾ KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം. 6 MP-മാരിൽ ഒരാളെ മാത്രം, കേരളവുമായി ഒരു തരത്തിലും ഇപ്പോൾ കണക്റ്റഡ് അല്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചാൽ അതിനർത്ഥം മുഖ്യമന്ത്രി പദത്തിലേക്ക് KC വേണുഗോപാൽ വരുന്നു എന്നാണ്. കഴിഞ്ഞ ദിവസം വന്ന സർവേ കണ്ടല്ലോ. അതെ, MV ഗോവിന്ദൻ മാസ്റ്റർക്കും
കെ.സി. വേണുഗോപാൽ. BJPയുടെ മുരളീധരനും KC വേണുഗോപാലിനും 1% താഴെ ആളുകളുടെ പിന്തുണയാണ് മുഖ്യമന്ത്രി പദത്തിലേക്കുള്ളത്, കേരളത്തിലുള്ളത് ആ സർവേ പ്രകാരമുള്ളത്. ഇങ്ങനെയുള്ള ഒരാൾക്ക് എക്സംഷൻ നൽകി കൊണ്ടുവരുന്നു എന്ന് തീരുമാനിക്കപ്പെട്ടാൽ ഉണ്ടാകാവുന്ന ക്രൈസിസ് ഒരു ലെവലും. ഇനി 6 പേർക്കും അനുമതി നൽകി എന്ന് കരുതുക. കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടിയിൽ ഷാഫി പറമ്പിൽ MK രാഘവനെ വിട്ടേക്കോ, ഈ മത്സരത്തിൽ മുഖ്യമന്ത്രി മത്സരത്തിലേക്കോ ഉപമുഖ്യമന്ത്രി മത്സരത്തിലേക്കോ ചിലപ്പോൾ ഇല്ല എന്ന് വിചാരിക്കും. ഷാഫി പറമ്പിൽ, അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ്, KC വേണുഗോപാൽ, ഇങ്ങനെ ഈ 6 പേർ, കെ സുധാകരൻ, ഇവർ മന്ത്രിസഭയിലേക്ക് എത്താനും ഭാവിയിൽ എപ്പോഴെങ്കിലും മുഖ്യമന്ത്രിയാകാനും ശ്രമിക്കുന്ന ആളുകൾ തന്നെയാണ് എല്ലാവരും. അതെ, ഇങ്ങനെയുള്ള 6 പേരെ കൂടി പങ്കെടുപ്പിച്ച് ഈ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നത് തന്നെ പാടായിരിക്കും. വിജയിക്കാനുള്ള സാധ്യത ഇൻഡിവിജ്വൽസിനുണ്ട്. അവർ പക്ഷേ അവരൊരു എനർജി ഈ രംഗത്തുണ്ടാക്കുമായിരിക്കും. പക്ഷേ കോൺഗ്രസ്സിന് ഈ കച്ചേരി നടത്തിക്കൊണ്ടു പോവുക എന്നത് വലിയ പാടായിത്തീരും. ജനം ആ പ്രതിസന്ധി മുന്നിൽ കാണും. ഏത് ഇത്രയും പരസ്പരം കലഹിക്കുന്ന ഒരു ബാൻഡ് വാഗനെ എടുത്ത് മുന്നിൽ കൊണ്ടുവച്ചിട്ട് ഈ നാട്ടിൽ ഇനി ഭരണം നടക്കുമോ എന്ന കാര്യം ജനം മുന്നിൽ കാണും. നേതൃത്വമില്ലാത്ത ഒരു ആൾക്കൂട്ടമായി കോൺഗ്രസിനെ ജനം തോൽപ്പിക്കും എന്ന് പോലും ജനം കരുതിക്കൂടായികയും. ഈ 6 പേരുടെ കാര്യം നോക്കുമ്പോൾ ഇപ്പോൾ KC വേണുഗോപാൽ പലകുറി നിയമസഭാംഗമായി, ഒരു തവണ സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമായി, പലകുറി ലോക്സഭയിൽ അംഗമായി, കേന്ദ്ര ക്യാബിനറ്റിൽ എന്താ പറയുക സഹമന്ത്രിയായി പലകുറി. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാറ്റസ്. കെ സുധാകരൻ എടുത്താൽ അദ്ദേഹം നിരവധി തവണ, 3 തവണയെങ്കിലും സംസ്ഥാന നിയമസഭയിൽ അംഗമായി, 3 തവണ അദ്ദേഹം പരാജയപ്പെട്ടു, 3 തവണ അംഗമായി, ഒരു തവണ മന്ത്രിയായി. പിന്നീട് അദ്ദേഹം ലോക്സഭയിലേക്ക് നിരന്തരമായി തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. MK രാഘവനെ സംബന്ധിച്ച് അദ്ദേഹം 2009 മുതൽ തുടർച്ചയായി കോഴിക്കോട് നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളാണ്. കൊടിക്കുന്നിൽ സുരേഷ് ആണെങ്കിൽ 8 തവണയാണ് അദ്ദേഹം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്, 2 തവണ അദ്ദേഹം പരാജയപ്പെട്ടത്. അതായത് 10 തവണ മത്സരിച്ചു, അദ്ദേഹം 8 തവണയും തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ ഷാഫിയെ സംബന്ധിച്ച് ഷാഫി 2011 മുതൽ ഇങ്ങോട്ട് പാലക്കാട് MLA ആണ്, ഇപ്പോൾ വടകരയിൽ നിന്നുള്ള MP ആണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇവർക്ക് പാർലമെൻ്ററി പദവികളിലൊന്നും ഒരു ലോഭവും ഇക്കാലത്തിനിടെ ഉണ്ടായിട്ടില്ല. ഈ 6 പേർക്കും, ആരെ എടുത്താലും 6 പേർക്കും പാർലമെൻ്ററി പദവികളൊന്നും ഒരു ലോഭവും ഉണ്ടായിട്ടില്ല. എന്നിട്ടും അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് തിരിച്ചു വരാനുള്ള സകല എന്താ പറയുക കോൺഗ്രസ് മാനദണ്ഡം അനുസരിച്ച് അവർക്ക് തിരിച്ചു വരാനുള്ള സകല യോഗ്യതയുമുണ്ട്. ഇപ്പോൾ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ജയസാധ്യത കൂടുതലാണ്. സുധാകരൻ വേണമെങ്കിൽ ധർമ്മടത്ത് വരെ മത്സരിക്കാം എന്ന് പറഞ്ഞു എന്നാണ് കേൾക്കുന്നത്. MK രാഘവൻ അദ്ദേഹം കോഴിക്കോട് ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ വിന്നബിലിറ്റി കുറെ കൂടെ കൂടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ വിജയസാധ്യത വലുതാണ്. പക്ഷേ അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചതിന് ശേഷം വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കാൻ വരുമ്പോൾ ജനം അതുപോലെ തന്നെ റിയാക്ട് ചെയ്യുമോ എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും വിന്നബിലിറ്റി കൂടുതലാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് എല്ലാവർക്കും വിന്നബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ 6 പേർക്ക് ഇളവ് കൊടുക്കുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള MP മാർക്കും ഇതേ ക്ലെയിം വെക്കാമല്ലോ. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹം 2 തവണ കാസർഗോഡ് നിന്ന് മത്സരിച്ചു. അദ്ദേഹം വേണമെങ്കിൽ മുൻകാലത്ത് പറഞ്ഞ പോലെ ഉദുമയിൽ അദ്ദേഹത്തിന് മത്സരിച്ചാൽ ജയിക്കാൻ സാധിക്കും എന്നൊരു ക്ലെയിം അദ്ദേഹത്തിന് വെക്കാം. മറ്റ് MP മാർക്കും അത് വെക്കാം. ബെന്നി ബെഹനാൻ അദ്ദേഹം മുമ്പ് തൃക്കാക്കരയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച ആളാണ്, അദ്ദേഹത്തിന് വേണമെങ്കിൽ തൃക്കാക്കരയിൽ വീണ്ടും മത്സരിച്ച് ജയിക്കാം എന്ന ക്ലെയിം വെക്കാം. ആൻ്റണി പത്തനംതിട്ടയിൽ നിന്ന് തുടർച്ചയായി ജയിക്കുന്ന മനുഷ്യനാണ്. ആർക്കും ഇതിലുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ 2014 മോഡി സർക്കാർ വരുന്നത് വരെ ഇവിടെ ഒരു MLA ആകുന്നതിനേക്കാൾ ഒരു MP ആയി കേന്ദ്രത്തിലേക്ക് പോകുന്നതിനെ ആളുകൾ പ്രിഫർ ചെയ്തിരുന്നു. കാരണം എപ്പോഴെങ്കിലും അവിടെ ഒരു കേന്ദ്ര ക്യാബിനറ്റിൽ ഒരു സഹമന്ത്രി എന്നതെങ്കിലും വന്നു ഭവിക്കും എന്നൊരു ചിന്തയാണ് അക്കാലത്തുണ്ടായിരുന്നത്. അതിനുശേഷം സംഭവിച്ച ഒരു പ്രശ്നം, അവിടെ പ്രത്യേകിച്ച് സാധ്യതകളൊന്നുമില്ല. അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം തന്നെ മാറിയിരിക്കുന്നു. അവിടെ വലിയ തോതിലുള്ള BJP ഡോമിനൻസ് ഡൽഹി നഗരത്തിലുടനീളം വന്നിരിക്കുന്നു. ഇവിടുന്ന് MP ആയി പോകുന്ന ആൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അവിടെ. അങ്ങനെ ഒരു എക്കോസിസ്റ്റം തന്നെ, അവരെ ത്രൈവ് ചെയ്യുന്നൊരു എക്കോസിസ്റ്റം ഡൽഹിയിൽ നിലനിൽക്കുന്നില്ല. കുഞ്ഞാലിക്കുട്ടി പോയതറിയാലോ. കുഞ്ഞാലിക്കുട്ടി ഡൽഹിയിൽ പോകുമ്പം പ്രതീക്ഷിച്ചത് UPA സർക്കാർ വരും, അതിൽ കേന്ദ്ര സഹമന്ത്രി സ്ഥാനമെങ്കിലും കിട്ടും എന്ന പ്രതീക്ഷയിലാണ് പോയത്. പക്ഷേ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് അവിടെ മനസ്സുമടുത്തു, പെട്ടെന്ന് ഉപേക്ഷിച്ച് പോരുകയാണ് ചെയ്തത്. ഇതുപോലെ ഈ ഒരു അന്തരീക്ഷമുണ്ട്. അതുകൊണ്ടാണ്
ഇവിടെ ഒരു മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തോന്നുമ്പോൾ ഞാനും അവിടെ ഉണ്ടാകേണ്ടതല്ലേ എന്ന് ഇവർക്ക് തോന്നുന്നു. കോൺഗ്രസിന്റെ ഒരു സിസ്റ്റം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കെ.സി. വേണുഗോപാലിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ രാജസ്ഥാനിൽ ഇതിന് മുമ്പത്തെ മിനിസ്ട്രിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പ് നയിച്ചത് മുഴുവൻ സച്ചിൻ പൈലറ്റായിരുന്നു. അന്ന് രാജസ്ഥാൻ PCC പ്രസിഡന്റ് സച്ചിൻ പൈലറ്റായിരുന്നു. സച്ചിൻ പൈലറ്റ് ഒരുപക്ഷെ മുഖ്യമന്ത്രി ആകും എന്ന പ്രതീക്ഷ നിൽക്കുകയാണ്. അന്ന് സംഘടനാ ചുമതല ഉണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം തിരിച്ചു വന്ന് രാജസ്ഥാനിൽ മുഖ്യമന്ത്രിയാവുന്നു. അശോക് ഗെഹ്ലോട്ട് അദ്ദേഹം തിരിച്ചു വന്ന് മുഖ്യമന്ത്രിയാവുന്നത്. ഇപ്പുറത്ത് മധ്യപ്രദേശ് എടുത്തു കഴിഞ്ഞാൽ മധ്യപ്രദേശിൽ ജ്യോതിരാദിത്യ സിന്ധ്യ ആയിരുന്നു ഇലക്ഷൻ ഇയറിങ്ങിന് മുൻപിൽ നിന്നിരുന്നത്. കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ജ്യോതിരാദിത്യ സിന്ധ്യ മുഖ്യമന്ത്രിയാകും എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ കമൽനാഥ് വന്ന് മുഖ്യമന്ത്രിയാവുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഒരു പോസിബിലിറ്റി അവിടെയുണ്ട്, അതിൽ ഉദാഹരണങ്ങൾ അവിടെയുണ്ട്. അത് പറയുമ്പോൾ ഈ പറയുന്ന നേതാക്കൾക്കെല്ലാം അവരുടെ സംസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്നതിലോ അവരുടെ വിജയത്തിലേക്ക് എത്തിക്കുന്നതിലോ അല്ലെങ്കിൽ ജനപിന്തുണയിലോ വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് വലിയ സ്റ്റേക്ക് ഉണ്ടായിരുന്നു അതിൽ. കമൽനാഥിനാകട്ടെ രാജസ്ഥാനിലാവട്ടെ അശോക് ഗെഹ്ലോട്ട് അവർക്കൊരു സ്റ്റേക്ക് ഉണ്ട് അവിടെ. ഈക്വൽസ് ആയിരുന്നു അവർ. കെ.സി. വേണുഗോപാലിനെ ഒരു പക്ഷത്ത് നിർത്തിയാൽ VD സതീശനോ രമേശ് ചെന്നിത്തലക്കോ കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിലുള്ള ജനസ്വാധീനത്തിന്റെ 10-1 കെ.സി. വേണുഗോപാലിന് ഇല്ല. കെ.സി. വേണുഗോപാൽ അവിടെ ഒരു സെക്രട്ടേറിയൽ ജോലി ചെയ്യുന്ന ഒരാളാണ് എന്ന സങ്കല്പമാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളത്. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും സെക്രട്ടേറിയൽ ജോലി ചെയ്യുന്ന ഒരാൾ എന്നതിനപ്പുറത്ത് ഒരു വിലയും കെ.സി. വേണുഗോപാലിനില്ല. കെ.സി. വേണുഗോപാൽ കേരളത്തിലേക്ക് വരാൻ കഴിഞ്ഞ 3 മാസമായി ശ്രമിക്കുന്നുണ്ട്. പലതരത്തിലുള്ള PR പദ്ധതികൾ അദ്ദേഹം ഇതിനു മുമ്പ് ആവിഷ്കരിക്കുകയും ഇപ്പോഴും ആവിഷ്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിൽ 5 MP ചേർന്ന് കേന്ദ്ര നേതൃത്വത്തിന് ഒരു കത്തെഴുതിയിട്ടാണ് അത് ബ്ലോക്ക് ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അടുത്ത കാലത്ത് ബ്ലോക്ക് ചെയ്തതല്ല, അതിനെതിരെയുള്ള എതിർ ശബ്ദം അറിയിച്ചത്. അദ്ദേഹം ഇവിടെ വരികയാണെങ്കിൽ ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിജയ സാധ്യത പൂർണ്ണമായും ഇല്ലാതാകും. അത് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതി എന്നാണ്. എന്നാൽ കെ.സി. വേണുഗോപാലിന് അവിടെ വലിയ സ്വാധീനമുണ്ട്, അതിൽ തർക്കമില്ല. അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ AICCയുടെ സ്ക്രീനിങ് കമ്മിറ്റി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ ഒപ്പീനിയൻ അവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് കാൻഡിഡേറ്റ് ആവാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് മുഴുവൻ കെ.സി. വേണുഗോപാലിൻ്റെ ഒരു താല്പര്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകം. അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് UDF വിജയിക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ തന്നെ പിന്തുണക്കുന്നവർക്ക് ഭൂരിപക്ഷം ഉണ്ടാകണം എന്ന് കെ.സി. വേണുഗോപാൽ ആഗ്രഹിക്കുകയും അത് സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുള്ള ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ശ്രമങ്ങളെല്ലാം നടക്കും. ഞാൻ പറഞ്ഞ ജനങ്ങളുടെ പിന്തുണ എന്ന കാര്യമെടുത്താൽ VD സതീശനെയോ രമേശ് ചെന്നിത്തലയോ മറികടന്ന് കെ.സി. വേണുഗോപാൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ വരാൻ വിദൂര സാധ്യതയുണ്ട് എന്ന് തോന്നിയാൽ പോലും ആ ഒരൊറ്റ കാരണം കൊണ്ട് UDF തോൽക്കും. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഈ തീരുമാനത്തിൽ ഒരു തോൽവി മണക്കുന്നുണ്ട് എന്ന്. പക്ഷേ തീരുമാനത്തിലല്ല, ഈ ആലോചനയിൽ പക്ഷേ ഞാൻ ചോദിക്കുന്നത് ആ ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നു. പക്ഷേ വലിയൊരു നേതൃനിര ഒരുമിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്തുന്നു എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചും UDFനെ സംബന്ധിച്ചും കുറെ കൂടെ ഊർജം നൽകുന്നൊരു സംഗതി ആയിരിക്കുമല്ലോ. കാരണം വെച്ചാൽ ഇപ്പോൾ ഓഫ് കോഴ്സ് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഈ പുതുയുഗ യാത്ര നയിച്ചത്. അദ്ദേഹമാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല അവിടെയുണ്ട്. അതിനൊപ്പം ഒരു പ്രധാനപ്പെട്ട നേതൃനിര വരുന്നു. അവർ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു. അവർ ആ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ടാലി വർദ്ധിപ്പിക്കാനുള്ള ഒരു ടാക്ടിക്സ് ആയിട്ട് നമുക്കിതിനെ കണ്ടുകൂടെ? അതിനുള്ളൊരു സാധ്യതയും കൂടി ഉണ്ടല്ലോ. ഈ നേതാക്കൾക്കൊന്നും ജനകീയ അടിത്തറയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ കെ.സി. വേണുഗോപാൽ, കണ്ണൂരുകാരനായ കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് നിയമസഭയിലേക്ക് പലകുറി ജയിച്ചിട്ടുണ്ട്. പഴയ ആലപ്പുഴ മണ്ഡലമാണ് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം നിയമസഭയിലേക്ക് പലകുറി ജയിച്ചിട്ടുണ്ട്. സുധാകരൻ, ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഇവർ മത്സരിക്കാൻ എത്തുന്നു, അവർ ഇപ്പോൾ LDFന്റെ കയ്യിലുള്ള ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് രാജീവിന് തോന്നുന്നുണ്ടോ? അല്ല, ആലപ്പുഴ സംബന്ധിച്ചിപ്പോൾ കെ.സി. വേണുഗോപാൽ അങ്ങനെ അദ്ദേഹം ആലപ്പുഴ മത്സരിക്കാനാണ് തീരുമാനം. ആലപ്പുഴ കണ്ടിന്യൂസ് ആയിട്ട് LDF ജയിച്ചു വരും. നേരത്തെ തോമസ് ഐസക് 2 വട്ടം ജയിച്ചു. ഇപ്പോൾ PP ചിത്തരഞ്ജനാണ് അവിടുത്തെ MLA നിൽക്കുന്നത്. ആ ആലപ്പുഴ മണ്ഡലം തിരിച്ചു പിടിക്കാനാണ് ഞാൻ വരുന്നത് എന്ന് ഒരു മെസ്സേജ് കൊടുക്കാൻ കോൺഗ്രസ് അണികൾക്ക് കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമല്ലോ. ഇപ്പോൾ കെ. സുധാകരൻ കണ്ണൂർ, കടന്നപ്പള്ളി രാമചന്ദ്രനാണ് കഴിഞ്ഞ 2 ടേമിൽ മത്സരിച്ച് ജയിച്ചത്. കെ. സുധാകരൻ കണ്ണൂർ മത്സരിക്കുകയാണ്. സുധാകരന്റെ കാര്യത്തിൽ മാത്രം അത് ഞാൻ അവിടെ എന്ന ഒരു തീരുമാനം അദ്ദേഹത്തിന് ഉണ്ടെന്ന് തോന്നുന്നു. എനിവേ, മത്സരിച്ചാൽ വിജയിക്കുമെന്ന കാര്യത്തിലോ അത് ചുറ്റുവട്ടത്തും ചെറിയ തോതിൽ UDFന്റെ മറ്റ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് കാരണമാകും എന്ന കാര്യത്തിലോ ഒരു തർക്കവുമില്ല. പക്ഷേ
ഇത്രയും പരസ്പരം കലഹിക്കുന്ന ഒരു വലിയ കൂട്ടത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും മന്ത്രിസ്ഥാനങ്ങളിലേക്കും കണ്ണും നട്ട് അവരവരുടെ പൊസിഷൻ ഉറപ്പിക്കാൻ വേണ്ടി നേരത്തെ തന്നെ പദ്ധതികൾ തയ്യാറാക്കി വരുന്നു എന്ന് ജനത്തിന് ഉറപ്പുള്ള ഒരു വലിയ കൂട്ടത്തെ കോൺഗ്രസ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാൽ വരാൻ പോകുന്ന കലഹത്തെക്കുറിച്ച് ഒരു വലിയ ആശങ്ക ജനങ്ങൾക്കുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും അതവിടെ ഉണ്ട്. പക്ഷെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഈ തീരുമാനം അത്ര എളുപ്പമാണോ? കാരണം ഇപ്പോൾ കെ.സി. വേണുഗോപാൽ രാജീവ് നേരത്തെ പറഞ്ഞ പ്രശ്നമാണ്. MP സ്ഥാനം ഉപേക്ഷിച്ച് MLA സ്ഥാനമോ മന്ത്രിസ്ഥാനം കിട്ടും എന്നതിൻ്റെ പേരിലാണിത്. എനിവേ ഡൽഹി വിട്ട് കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിക്കാത്ത MP കോൺഗ്രസിൽ ഇല്ല. മറ്റുള്ളവർക്കും ഈക്വൽ ക്ലെയിം ഉണ്ടല്ലോ അവിടെ. അവർക്കും സ്വന്തമായി മണ്ഡലങ്ങളിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിന് ഇത് കൈകാര്യം ചെയ്തെടുക്കുക എളുപ്പമാവില്ല. എക്സംഷൻ എന്നത് കൊടുക്കാവുന്നത് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് മാത്രമാണ്. അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അത് വലിയ തോതിലുള്ള ഈ തെരഞ്ഞെടുപ്പ് ഊന്നൽ ഭയങ്കരമായി മാറി. ഇളവ് കൊടുക്കുക KC വേണുഗോപാലിന് മാത്രമാണ് എന്ന് പറയുമ്പോൾ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് റവന്യൂ മന്ത്രി സ്ഥാനവും നിയമസഭയിലേക്കുള്ള മത്സരം അധികാരത്തിലെത്തിയാൽ റവന്യൂ മന്ത്രി സ്ഥാനവും എന്നുള്ള ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കഥ മുമ്പേ ഉണ്ടായിരുന്നു. അതിന്റെ പുറത്തായിരിക്കാം അദ്ദേഹം ഇപ്പോൾ വളരെ ഏകപക്ഷീയമായിട്ട് ഞാൻ കണ്ണൂരിൽ മത്സരിക്കും എന്നൊരു പക്ഷേ പറയുന്നുണ്ടാവുക. അപ്പൊ രണ്ടുപേർക്കളവായി. ഈ രണ്ടുപേർക്ക് ഇളവ് കൊടുത്തു കഴിഞ്ഞാൽ അടൂർ പ്രകാശിനെ സംബന്ധിച്ച് അദ്ദേഹം UDFന്റെ കൺവീനറാണ്. ഇപ്പോൾ കോന്നിയിൽ മത്സരിച്ചാൽ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയും എന്ന ഉറപ്പ് അദ്ദേഹം ഒരു പക്ഷേ ഇപ്പോഴും വെച്ചു പുലർത്തുന്നുണ്ടാവും. മുമ്പ് തുടർച്ചയായി അദ്ദേഹം കോന്നിയിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സീറ്റ് കോൺഗ്രസിന് അധികമായി നൽകാൻ എനിക്ക് കഴിയും എന്നുള്ളൊരു ക്ലെയിം അദ്ദേഹത്തിന് വെക്കാൻ സാധിക്കും. അപ്പോൾ അവിടെയും ഒരളവ് വേണ്ടി വരും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 6 പേർക്കും ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ പാലക്കാട് ഒരു ക്രൈസിസ് മൊമെന്റിൽ നിൽക്കുകയാണ്. ഷാഫി പാലക്കാട്ടേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ആ മണ്ഡലം ഉറപ്പാണ് എന്ന് വേണമെങ്കിൽ ഷാഫിക്ക് ക്ലെയിം ചെയ്യാം. ഇപ്പൊ ഈ ഒരു സിനാരിയോ അവിടെ ഉണ്ട്. ഈ 6 MLA സ്ഥാനമല്ല, 6 മന്ത്രിസ്ഥാനമാണ് അവർ ലക്ഷ്യമിടുന്നത് എന്നതാണ് ഇതിലെ ക്രൈസിസ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച്. അല്ല, ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസിന് ഇത് മാനേജ് ചെയ്യുക അത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒട്ടും എളുപ്പമായിരിക്കില്ല. സ്ഥാനാർത്ഥി നിർണയം ഘട്ടത്തിൽ അത് എളുപ്പമാവില്ല. സ്ഥാനാർത്ഥി നിർണയം അങ്ങനെ സംഭവിച്ചു എന്ന് കരുതുക. അങ്ങനെ സംഭവിച്ചാൽ തെരഞ്ഞെടുപ്പിൽ ചെറിയൊരു മേൽക്കൈ അല്ലെങ്കിൽ അല്പം ഒരു അഡ്വാൻറ്റേജ് അതത് മണ്ഡലങ്ങളിലും ചുറ്റുവട്ടത്തും ഉണ്ടാകും. എന്നാൽ അതൊരു ക്രൈസിസ് ആണ്. അതല്ലാതെ അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം സോൾവ് ചെയ്യല്ല. അത് കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് രംഗത്തും തെരഞ്ഞെടുപ്പിന് ശേഷവും വരാൻ പോകുന്ന പ്രശ്നങ്ങളുടെ തുടക്കമാണത്. ഇനിയിപ്പോ ഈ MP ആരും മത്സരിക്കേണ്ടതില്ല എന്ന സംസ്ഥാന നേതൃത്വം കാലേക്കൂട്ടി തന്നെ ഈ കാര്യം AICCയോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. MP ആരും മത്സരിക്കേണ്ടത്. AICC തന്നെ ആ തീരുമാനത്തിലെത്തി എന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് തീരുമാനിക്കുന്നതെന്ന് വെക്കുക. എന്നാൽ പോലും ഇത് കോൺഗ്രസിന് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു ക്രൈസിസിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. ഇപ്പോൾ സുധാകരൻ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മത്സരിക്കണം എന്ന് താല്പര്യമുണ്ട്. അദ്ദേഹം അത് തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റാളുകളെ പോലെ പറയല്ല, അദ്ദേഹം ചെയ്യുന്നത് വളരെ ഓപ്പണായി തന്നെ അദ്ദേഹം പറയുക ചെയ്യുന്നത്. അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അതൊരു ക്രൈസിസ് ആയി മാറില്ല. സുധാകരൻ്റേത് മാത്രം അവിടെ ഒരു ക്രൈസിസ് ആവാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹത്തിൻ്റെ. കാരണം അവിടെ മാത്രമാണ് അതിന് ഫോക്കസ് ഉള്ളത്. മറ്റപ്പോൾ അടൂർ പ്രകാശിൻ്റെ കാര്യത്തിലോ MK രാഘവൻ്റെ കാര്യത്തിലോ ഷാഫി പറമ്പിലിൻ്റെ കാര്യത്തിലോ കൊടിക്കുന്നിലിൻ്റെ കാര്യത്തിലോ അവരൊന്ന് പൊരുതി നോക്കുകയാണ്. കിട്ടുകയാണെങ്കിൽ അങ്ങനെ, അത് കിട്ടുന്നില്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിൽ മുന്നണിയുടെ പരാജയത്തിന് കാരണമാകാൻ അവർ പ്രവർത്തിക്കുമെന്നോ കരുതാൻ പറ്റില്ല. സുധാകരൻ്റേത് പക്ഷേ അങ്ങനെയല്ല. അദ്ദേഹം ഡിസ്ഗ്രണ്ടിൽഡ് ആകും. അദ്ദേഹം ഇതിനെതിരെ ഉള്ള നീക്കങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. അവിടെ ഒഴികെ മറ്റു സ്ഥലങ്ങളിൽ ഇവരാരും മത്സരത്തിന് അംഗീകരിക്കപ്പെടുന്നില്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. റൈറ്റ്. ഇപ്പം എന്തായാലും ഫസ്റ്റ് പട്ടിക വരുമ്പോൾ ഈ MP മത്സരിക്കാൻ ഒരു പക്ഷേ സാധ്യതയുള്ള മണ്ഡലങ്ങളെ ഒഴിച്ചിട്ടിട്ടായിരിക്കും ആ പട്ടിക വരിക എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. കോൺഗ്രസിന്റെ പട്ടികയിൽ യഥാർത്ഥത്തിൽ പല ക്രൈസിസ് ആണ്. ഇപ്പോൾ സുധാകരന് വേണ്ടി അമ്പലപ്പുഴയുടെ കാര്യം ഒഴിച്ചിട്ടാണ് ഇന്നലെ ഡിസ്കഷൻ നടന്നത് എന്ന് പറയുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിൽ പലരെ കിട്ടും എന്ന പ്രതീക്ഷയിലൊക്കെയാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. 60ഓളം സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഇന്ന് രാത്രി, നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസം രാത്രിയോടുകൂടിയോ നാളെ രാവിലെയോടുകൂടിയോ അത് തീരുമാനിക്കപ്പെടും 60 സ്ഥാനാർത്ഥികളുടെ കാര്യം എന്നാണ്. വളരെ ചുരുക്കം ആളുകളുടെ കാര്യത്തിൽ മാത്രമേ തീരുമാനമുണ്ടാകാനുള്ളൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ ക്രൈസിസ് മറികടക്കുക എന്നതാണ് കോൺഗ്രസിന് ആദ്യ കടമ്പ. റൈറ്റ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. MP കോൺഗ്രസിന്റെ MP എത്ര പേർ
ഇത്തവണ മത്സരരംഗത്തുണ്ടാവും, അതോ നേരത്തെ തന്നെ നിർദ്ദേശിക്കപ്പെട്ടതുപോലെ നിലവിൽ എം പിമാരായവരാരും നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്ന പൊതു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം. കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് രംഗത്തും തെരഞ്ഞെടുപ്പിന് ശേഷവും വരാൻ പോകുന്ന പ്രശ്നങ്ങളുടെ തുടക്കമാണത് യഥാർത്ഥത്തിൽ. ഇനിയിപ്പോ ഈ എം പിമാരാരും മത്സരിക്കേണ്ടതില്ല എന്ന സംസ്ഥാന നേതൃത്വം കാലേക്കൂട്ടി തന്നെ ഈ കാര്യം AICC പറഞ്ഞിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എം പിമാരാരും മത്സരിക്കേണ്ടത് AICC തന്നെ ആ തീരുമാനത്തിലെത്തി എന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് തീരുമാനിക്കുന്നതെന്ന് വെക്കുക. എന്നാൽ പോലും ഇത് കോൺഗ്രസിന് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു ക്രൈസിസിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. ഇപ്പോൾ K. സുധാകരൻ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മത്സരിക്കണം എന്ന് താല്പര്യമുണ്ട്. അദ്ദേഹം അത് തുറന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റാളുകളെ പോലെ പറയല്ല, അദ്ദേഹം ചെയ്യുന്നത് വളരെ ഓപ്പണായി തന്നെ അദ്ദേഹം പറയുക ചെയ്യുന്നത്. അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അതൊരു ക്രൈസിസായി മാറില്ല. സുധാകരൻ്റേത് മാത്രം അവിടെ ഒരു ക്രൈസിസ് ആവാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹത്തിൻ്റെ. കാരണം അവിടെ മാത്രമാണ് അതിന് ഫോക്കസ് ഉള്ളത്. മറ്റപ്പോൾ അടൂർ പ്രകാശിൻ്റെ കാര്യത്തിലോ MK രാഘവൻ്റെ കാര്യത്തിലോ ഷാഫി പറമ്പിലിൻ്റെ കാര്യത്തിലോ കൊടിക്കുന്നിലിൻ്റെ കാര്യത്തിലോ അവരൊന്ന് പൊരുതി നോക്കുകയാണ്. കിട്ടുകയാണെങ്കിൽ അങ്ങനെ, അത് കിട്ടുന്നില്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിൽ മുന്നണിയുടെ പരാജയത്തിന് കാരണമാകാൻ അവർ പ്രവർത്തിക്കുമെന്നോ കരുതാൻ പറ്റില്ല. സുധാകരൻ്റേത് പക്ഷേ അങ്ങനെയല്ല. അദ്ദേഹം ഡിസ്ഗ്രണ്ടിൽഡ് ആകും. അദ്ദേഹം ഇതിനെതിരെ ഉള്ള നീക്കങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. അവിടെ ഒഴികെ മറ്റു സ്ഥലങ്ങളിൽ ഇവരാരും മത്സരത്തിന് അംഗീകരിക്കപ്പെടുന്നില്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. റൈറ്റ്. ഇപ്പം എന്തായാലും ഫസ്റ്റ് പട്ടിക വരുമ്പോൾ ഈ എം പിമാർ മത്സരിക്കാൻ ഒരു പക്ഷേ സാധ്യതയുള്ള മണ്ഡലങ്ങളെ ഒഴിച്ചിട്ടിട്ടായിരിക്കും ആ പട്ടിക വരിക എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. കോൺഗ്രസിൻ്റെ പട്ടികയിൽ യഥാർത്ഥത്തിൽ പല ക്രൈസിസാണ്. ഇപ്പോൾ സുധാകരന് വേണ്ടി അമ്പലപ്പുഴയുടെ കാര്യം ഒഴിച്ചിട്ടാണ് ഇന്നലെ ഡിസ്കഷൻ നടന്നത് എന്ന് പറയുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിൽ പലരെ കിട്ടും എന്ന പ്രതീക്ഷയിലൊക്കെയാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. 60ഓളം സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഇന്ന് രാത്രി, നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസം രാത്രിയോടുകൂടിയോ നാളെ രാവിലെയോടുകൂടിയോ അത് തീരുമാനിക്കപ്പെടും 60 സ്ഥാനാർത്ഥികളുടെ കാര്യം എന്നാണ്. വളരെ ചുരുക്കം ആളുകളുടെ കാര്യത്തിൽ മാത്രമേ തീരുമാനമുണ്ടാകാനുള്ളൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ ക്രൈസിസ് മറികടക്കുക എന്നതാണ് കോൺഗ്രസിന് ആദ്യ കടമ്പ. റൈറ്റ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എം പിമാർ, കോൺഗ്രസിൻ്റെ എം പിമാരിൽ എത്ര പേർ ഇത്തവണ മത്സരരംഗത്തുണ്ടാവും, അതോ നേരത്തെ തന്നെ നിർദ്ദേശിക്കപ്പെട്ടതുപോലെ നിലവിൽ എം പിമാരായവരാരും നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്ന പൊതു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.